إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ ബഖറയിലെ 164 ആയത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിച്ചത്. ഇനി ആയത്തിൻ്റെ അവസാന ഭാഗം കൂടി ബാക്കിയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദ് ലആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ എന്ന ഭാഗം കൂടിയാണ് ഇനി നമുക്കെടുക്കാൻ ബാക്കിയുള്ളത്. അല്ലാഹു തആല ബുദ്ധിമാന്മാർക്കുള്ള ദൃഷ്ടാന്തമെന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച കാര്യങ്ങൾ: ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാവും പകലും മാറി മാറി വരുന്നത്, സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ, അള്ളാഹു ആകാശത്തിലിറക്കിയ വെള്ളം, ആ വെള്ളം മുഖേന ഭൂമിയെ സജീവമാക്കിയത്, അതിലെല്ലാത്തരം ജീവികളെയും അള്ളാഹു തആല വ്യാപിപ്പിച്ചത് എന്നിവയെല്ലാം എടുത്തു പറഞ്ഞ ശേഷം അള്ളാഹു തആല പറയുന്നു: വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദ്. കാറ്റുകളെ ഇവിടെ കൈകാര്യം ചെയ്തതിലും അതേപോലെ ആകാശഭൂമികൾക്കിടയിൽ വിധേയമാക്കപ്പെട്ട മഴമേഘങ്ങളുടെ വിഷയത്തിലുമെല്ലാം ലആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ തന്നെയുണ്ട് എന്നാണ് അല്ലാഹു തആല ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നത്. 2 കാര്യമാണ് പ്രധാനമായും പറഞ്ഞത്. ഒന്ന് തസ്രീഫിർ റിയാഹ് എന്നാണ്, കാറ്റുകളെ സർഫ് ചെയ്യുക, അതിനെ തിരിച്ചുവിടുക, അതിനെ കൈകാര്യം ചെയ്യുക, അതിൽ ദൃഷ്ടാന്തമുണ്ട്. തസ്രീഫിർ റിയാഹി എന്നും തസ്രീഫിർ റീഹി എന്നും ഖിറാഅത്തുണ്ട് എന്നാണ്. 2 ഖിറാഅത്ത് ഈ വിഷയത്തിലുണ്ട് എന്നാണ്. തസ്രീഫിർ റീഹ് എന്ന് പറഞ്ഞാൽ ഏകവചനമായിരിക്കും, പക്ഷേ ഉദ്ദേശം അൽ ജിൻസ്, കാറ്റ് എന്ന ജിൻസാണ് ഉദ്ദേശിക്കപ്പെടുക. ഇനി അതല്ല, റിയാഹ് എന്നാണെങ്കിൽ ബഹുവചനമാണ്. അങ്ങനെ വരുമ്പോൾ ഉദ്ദേശം ഫൽ മുറാദു അൻവാഉഹ, വ്യത്യസ്ത തരം കാറ്റുകൾ. ഏതായാലും രണ്ടും ഉദ്ദേശിക്കപ്പെടാം. അപ്പോൾ കാറ്റുകളെ അല്ലാഹു തആല കൈവയ്ക്കുകയും ചെയ്തു, അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. കാറ്റുകൾ വ്യത്യസ്ത തരം കാറ്റുകളുണ്ട്, ഇളം കാറ്റും അതേപോലെ കൊടുങ്കാറ്റും മുതൽ വ്യത്യസ്തമായ കാറ്റുകളുണ്ട്. അതേപോലെ ആ കാറ്റിൻ്റെ ലക്ഷ്യത്തിലും പലതുമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ അല്ലാഹു തആല ഈ കാറ്റുകളെ ഇവിടെ നിശ്ചയിച്ചു, സംവിധാനിച്ചു. അതിൽ ഫീഹി ആയാത്തുൻ കസീറ, ധാരാളം ആയത്തുകളുണ്ടാണ്. തസ്രീഫുർ റിയാഹ്, തസ്രീഫ് എന്ന് പറഞ്ഞാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു: തസ്രീഫു യശ്മുലു തസ്രീഫഹ മിൻ ഹൈസു ഇത്തിജാഹു, തസ്രീഫുഹ മിൻ ഹൈസു ശിദ്ദത്തു വഅദമുഹ, തസ്രീഫുഹ മിൻ ഹൈസു മനാഫിഉ വഅദമുഹ. വ്യത്യസ്തമായ രൂപത്തിൽ. ഒന്ന്, അതിൻ്റെ ദിശ, അതിൽ ദൃഷ്ടാന്തമുണ്ട് തസ്രീഫിൽ. അതേപോലെ അതിൻ്റെ കാഠിന്യം, അതേപോലെ ആ കാറ്റുള്ള ഉപകാരോപദ്രവങ്ങൾ. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ അല്ലാഹു തആല കാറ്റുകളെ സംവിധാനിച്ചത്. എല്ലാ കാറ്റും അല്ലാഹ് അയക്കുന്നതിൽ ഒരേ ലക്ഷ്യമല്ല, എല്ലാ കാറ്റിനും അല്ലാഹു തആല അയക്കുന്നത് ഒരേ ശക്തിയിലല്ല, എല്ലാ കാറ്റിനും അല്ലാഹു അയക്കുന്നത് ഒരേ ദിശയിലല്ല. ചിലപ്പോൾ കാറ്റ് കിഴക്കുന്ന് വരും, ചിലപ്പോൾ പടിഞ്ഞാറുന്ന് വരും,
ചിലപ്പോൾ തെക്കുന്ന് വരും, ചിലപ്പോൾ വടക്കുന്ന് വരും. ഇങ്ങനെ വ്യത്യസ്തമായ ദിശയിൽ നിന്ന് വരുന്നു. ഇത് നേരെ തെക്കും വടക്കുന്നു അല്ലാതെയും അതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആ കാറ്റ് അല്ലാഹു തആല അയക്കുന്നു. അതിലുമുണ്ട് ദൃഷ്ടാന്തങ്ങൾ. അതേപോലെ ശൈഖ് പറയും ഇങ്ങനെ വ്യത്യസ്ത ദിശയിൽ വരുന്നു, അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഹാദിഹി റിയാഹു ഫീ തസ്രീഫിഹ ആയാത്ത്, ഇങ്ങനെ അതിനെ ക്രയവിക്രയം ചെയ്തതിൽ ദൃഷ്ടാന്തമുണ്ട്. ലൗ ബഖിയത്തി റീഹു മിൻ ഇത്തിജാഹിൻ വാഹിദിൻ, സ്ഥിരമായി കാറ്റ് ഒരു ദിശയിൽ നിന്ന് മാത്രമാണെങ്കിലോ, ഒരു ഭാഗത്തിന് മാത്രം കാറ്റ് വരുന്നു, അങ്ങനെയാണെങ്കിൽ അദറത് ബിൽ ആലം, അത് ലോകത്തിന് തന്നെ ദോഷകരമായി മാറും. പക്ഷേ അങ്ങനെ അല്ല ഉണ്ടായത്. അതിനിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് വരുന്ന ദോഷങ്ങളെ അപ്പുറത്ത് വരുന്ന കാറ്റ് കൊണ്ട് ഇല്ലാതാകുന്നു. ഇപ്പുറത്ത് വരുന്ന പല ദോഷങ്ങളെയും അപ്പുറത്ത് കാറ്റ് വരുമ്പോൾ അതില്ലാതാകുന്നു. ഇങ്ങനെ പരസ്പരം ബാലൻസ് ചെയ്ത് ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്നതിൽ കാറ്റുകൾക്ക് വലിയ ഒരു ദൗത്യമുണ്ട്. അതാണ് തസ്രീഫു റിയാഹ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഗം. ഇനി അതേപോലെ മേഘങ്ങളെ, അത് ഈ കാറ്റുമായി ബന്ധപ്പെടുത്തിയ അതും തസ്രീഫിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ ഛിന്ന ഭിന്നമായ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടുവാൻ കാറ്റ് ഉപയോഗപ്പെടുത്തുന്നു. ചിലപ്പോൾ ഈ കാറ്റ് കൊണ്ട് ഈ മേഘങ്ങൾ ഛിന്ന ഭിന്നമാക്കുകയും ചെയ്യുന്നു. രണ്ടും സംഭവിക്കുന്നുണ്ട്. അവിടെയും ഇവിടെ ചിതറിക്കിടക്കുന്ന മേഘങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി അത് ഒരു മഴയാക്കി പെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞു, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله എന്ന സൂറത്തുൽ നൂറിലെ 43-ാമത്തെ വചനം. അതേസമയം ചിലപ്പോൾ കാറ്റുകൾ വരുമ്പോൾ ആ മേഘം ഛിന്ന ഭിന്നമായി മാറും. വലിയ മേഘം വന്ന് ഭയങ്കര ശക്തമായ പേമാരി വരാൻ സാധ്യതയുള്ളിടത്ത് ഒരു കാറ്റടിക്കുമ്പോഴും ആ മേഘം ഛിന്ന ഭിന്നമായി ആ മഴ ആൾക്ക് ഉപകാരപ്രദമായി മാറുന്നു. ഉണ്ടായേക്കാവുന്ന ദൂഷ്യങ്ങളെ ഇല്ലാതാക്കാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനം, ഒരു വ്യവസ്ഥയാണത്. അതേപോലെ ഈ കാറ്റ് മേഘവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ദൃഷ്ടാന്തം, ഈ തസ്രീഫിൻ്റെ ഭാഗമാണ് എന്നാണ്. അതേപോലെ കാറ്റുകൾ, പായക്കപ്പലുകൾക്ക് കാറ്റ് ആവശ്യമാണ്. ഇപ്പോഴാണ് ആധുനികമായ കപ്പലുണ്ടായത്. പായക്കപ്പലുകൾ അത് മുന്നോട്ട് പോകുന്നതിൽ കാറ്റാണ് അതിന് പ്രധാനപ്പെട്ട ഒരു ഭാഗം. കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് പായ മാറ്റിക്കെട്ടി അങ്ങനെയാണ് ആ കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ദൃഷ്ടാന്തമാണ്. വഫീഹി ഐളൻ ആയാത്തുൻ ഫീ ഹിലാക്കി ഉനാസിൻ വ ഇൻജാഇ ആഖരീൻ, ചില വിഭാഗം ആളുകൾ നശിപ്പിക്കാൻ കാറ്റ് വരുന്നു, ചില ആളുകൾ രക്ഷപ്പെടുത്താനും കാറ്റ് വരുന്നു. അതും ദൃഷ്ടാന്തമാണ്. അതേപോലെ ആദ്യ സമൂഹത്തെ നശിപ്പിച്ചത് കാറ്റ് കൊണ്ടാണ്. വതറദ ബിഹിൽ അഹ്സാബ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിനെതിരെ വന്ന സഖ്യകക്ഷികളെ മുഴുവൻ ആട്ടി ഓടിച്ചത് ഒരു കാറ്റ് കൊണ്ടായിരുന്നു. വ അൻജല്ലാഹു റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദിഹി റീഹി മിൻ ശർരിൽ അഹ്സാബ്, അന്നത്തെ അഹ്സാബിൻ്റെ സഖ്യകക്ഷികളുടെ ശർറിൽ നിന്ന് അല്ലാഹു തആല നബിയെയും വിശ്വാസികളെ രക്ഷപ്പെടുത്തിയത് ഒരു കാറ്റ് കൊണ്ടായിരുന്നു. ഫഫീഹി ആയാത്ത്, ഇങ്ങനെ നോക്കുമ്പോൾ കാറ്റിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. വമൻ തദബ്ബറ ഹാദാ അറഫ മാ ഫീഹാ മിൻ ഖുദ്റത്തില്ലാഹി വറഹ്മതിഹി വഇസ്സതിഹി വഹിക്മതിഹി, ഇതെല്ലാം അറിഞ്ഞും ചിന്തിച്ചും ചെയ്ത ആളുകൾ പടച്ച റബ്ബിൻ്റെ റഹ്മത്തും അവൻ്റെ ഇസ്സത്തും അവൻ്റെ ഖുദ്റത്തുമെല്ലാം മനസ്സിലാക്കാൻ ഇതും തന്നെ മതിയാകും എന്നാണ്. അതുകൊണ്ട് ആ കാറ്റിൽ ദൃഷ്ടാന്തമുണ്ട്. മാത്രമല്ല ലൗ അന്ന ജമീഅ മകാഇന ദുനിയ കുല്ലഹ കുല്ലു മകാഇന ദുനിയ ഇജ്തമഅത് വസ്വാറത് അലാ അഖ്വ മാ യകൂനു മിൻ നഫ്സി ഹവാഇൻ ഹൽ യുംകിൻ തുഹരിക സാകിന ഇല്ലാ ഫീമാ ഹൗലഹ ഫഖത്ത്. ഇന്ന് ആധുനികമായ ധാരാളം സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ, ഈ മെഷീനറികൾ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഉപയോഗിച്ചാലും ശരി, ഈ കാറ്റ് ചെയ്യുന്ന ദൗത്യം നിർവഹിക്കാൻ അവക്കൊന്നും സാധ്യമല്ല. ഒരു ഫാന് വെച്ചാൽ കാറ്റുണ്ടാകും, പക്ഷെ അത് അതിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം. എന്നാൽ ഇങ്ങനെ എല്ലാം കൊണ്ടുവന്നാലും ശരി, ഒരിക്കലും അത് കാറ്റിൻ്റെ ദൗത്യം നിർവഹിക്കാൻ അവയെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ പടച്ച റബ്ബ് കുൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാകുന്നു. കുൻ ഫയക്കൂൻ, ഉണ്ടാവട്ടെ പറഞ്ഞാൽ മതി, അതുണ്ടാകും. തജുരിയാഹ ശരീഅത്തൻ ശിമാലിയ, ചിലപ്പോൾ കാണാം ഒരു കാറ്റ് വടക്ക് ഭാഗത്ത് ശക്തമായിട്ട് വരും. ഒഫീ ലഹ്ലത്തിൻ, ഒറ്റ നിമിഷം കൊണ്ട് തൻ അക്കിസു, അത് നേരെണ്ട് മറിയും. എന്നൊരു തക്കൂനു ജനൂബിയത്തൻ ശരീരം, നേരെ തെക്കുന്ന് വടക്കിട്ടുള്ള കാറ്റായി മാറുന്നു. അത് ശക്തമായി വടക്കുന്ന് കാറ്റിന് വരും. എന്നാൽ നിമിഷ നേരം കൊണ്ട്
നേരെത്തിരിഞ്ഞ് അതിങ്ങോട്ട് തിരിച്ചടിക്കുകയും ചെയ്യുന്നു. ഹാദാ തമാമുൽ ഖുദ്റത്തുൽ അളീമ അല്ലത്തി യുദബ്ബിറുഹു അല്ലാഹു അസ്സ വജല്ല ബിഅംരിൻ മാ യസ്തതിഉൽ ബശർ. ഒരു മനുഷ്യനും കഴിയാത്ത, പടച്ച റബ്ബിന് മാത്രം കഴിയുന്ന അവൻ്റെ ഖുദ്റത്തിനാൽ അവൻ കൈകാര്യം ചെയ്യുന്ന നിയന്ത്രണങ്ങളാണ് അതൊക്കെ തന്നെയും. അതുകൊണ്ട് തന്നെ ഈ കാറ്റിൻ്റെ ഗതിവിഗതികൾ, അത് കൈകാര്യം ചെയ്യുന്ന രീതികൾ, അതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇനി മാത്രമല്ല, എയ്റോപ്ലെയിൻ, വിമാനങ്ങൾ ഇക്കാലത്താണെങ്കിലും അതിനും കാറ്റ് പ്രധാനമാണ്. കാറ്റിൻ്റെ ഗതി, അതിൻ്റെ സഞ്ചാരത്തിൽ നിർണായകമായ പങ്കുണ്ട്. അന്നലഹ തഅ്സീറൻ അല ത്വാഇറാത്ത്, വിമാനങ്ങളിൽ സ്വാധീനമുണ്ട് കാറ്റുകൾക്ക്. മാത്രമല്ല, ആ കാറ്റിൻ്റെ ഗതി മാറിയാൽ, കാറ്റിൻ്റെ വേഗം കൂടിയാൽ ഒക്കെ വിമാനങ്ങളുടെ യാത്രയെ അത് സാരമായി ബാധിക്കും. ഇനി അതുപോലെ കാറുകൾക്ക് പോലും ഈ എയർ, അതിൽ ചില സ്വാധീനങ്ങളുണ്ട്. ഒരു കാർ റോട്ടിൽ കൂടെ പോവുകയാണെങ്കിലും അവിടെയും മുന്നിൽ നിന്നുള്ള എയർ അതിൽ പ്രധാനമാണ്. ഇങ്ങനെ എല്ലാ രംഗത്തും മനുഷ്യനെ ബാധിക്കുന്ന ഒന്നാണ് കാറ്റ് എന്നത്. അതിൽ ദൃഷ്ടാന്തമുണ്ട്. വസ്സഹാബിൽ മുസഖർ, രണ്ടാമത് പറഞ്ഞത് അല്ലാഹു തആല അധീനപ്പെടുത്തി വെച്ച ഈ കാർമേഘങ്ങൾ, ബൈന സമായി വൽ അർളി, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ വിധേയമാക്കപ്പെട്ട സഹാബ് മേഘങ്ങൾ, അതും ദൃഷ്ടാന്തമുണ്ട്. മഴ ലഭിക്കുന്ന മേഘങ്ങൾ, അതാണ് സഹാബ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് സഹാബ് എന്ന പേര് വന്നിരിക്കുന്നത്. ആ മേഘങ്ങൾ ഹാദ സഹാബുൽ മുസഖർ അൽ മുദല്ലൽ വല്ലദി ദല്ലലഹു ഖാലിഖു ജല്ല വഅല ദല്ലലഹു ലിമസാലിഹി ഇബാദിഹി. മേഘങ്ങളുടെ സൃഷ്ടാവാണ്, അതിനെ വിധേയപ്പെടുത്തിയവൻ. അങ്ങനെ അതിനെ വിധേയപ്പെടുത്തിയതോ അടിമകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. യുർസിലുല്ലാഹു അഹ്യാനൻ റഹ്മതൻ വഅഹ്യാനൻ നിഖ്മതൻ. ഈ മേഘത്തെ അല്ലാഹു നിയോഗിക്കുന്നത് ചിലപ്പോൾ നിഅമത്തായിക്കൊണ്ടാണ്, മറ്റു ചിലപ്പോൾ നിഖ്മത്തായിക്കൊണ്ടാണ്. ചിലപ്പോൾ റഹ്മത്താണ്, കാരുണ്യമാണ്, മറ്റു ചിലപ്പോൾ അദാബാണ്, ശിക്ഷയാണ്. ഹാദാ സഹാബുൽ മുസഖർ അൽ മുദല്ലലു ബൈന സമാഇ വൽ അർളി ഫീഹി ആയാത്തുൻ. ഇങ്ങനെ വിധേയപ്പെടുത്തപ്പെട്ട ഈ മേഘങ്ങളിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അഥവാ റബ്ബിൻ്റെ ഖുദ്റത്ത്, അവൻ്റെ ശക്തി, അവൻ്റെ കാരുണ്യം, അവൻ്റെ ഹിക്മത്ത് എല്ലാം അറിയിക്കുന്ന ദൃഷ്ടാന്തമാണ് ഈ മഴമേഘങ്ങൾ. ആർക്കാ സാധിക്കുക സമാന മേഘം കൊണ്ടുവരാൻ? പടച്ച റബ്ബിനല്ലാതെ. മാ അഹദുൻ യസ്തതിഉ, ഒരാൾക്കും സാധ്യമല്ല എന്നാണ്. അതേപോലെ ആ മേഘത്തെ ഇങ്ങനെ കൃത്യമായി അതിന് വെള്ളം കൊണ്ടുവന്ന് വിതറാൻ ആർക്ക് പറ്റും? പടച്ച റബ്ബിന് മാത്രമാണ് സാധിക്കുക. മാത്രമല്ല, ചിലപ്പോൾ ഒന്നാകെ തിങ്ങിക്കൂടിയ മേഘങ്ങൾ, വലിയ പർവ്വതം പോലെയുള്ള മേഘങ്ങൾ, ചെറിയ 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 മേഘങ്ങൾ, ചിലപ്പോൾ സാവകാശം പോകുന്ന മേഘങ്ങൾ, ചിലപ്പോൾ അനങ്ങാതിരിക്കുന്ന മേഘങ്ങൾ, ചിലപ്പോൾ അതിവേഗം സഞ്ചരിക്കുന്ന മേഘങ്ങൾ, ഇതൊക്കെ ഈ രൂപത്തിനെ സംവിധാനിച്ചത് അല്ലാഹു തആലയാണ്. മാത്രമല്ല, ഭൂമിക്ക് അതിലൂടെ വെള്ളം ലഭിക്കുന്നു. അതും പടച്ച റബ്ബ് ചെയ്ത മറ്റൊരു ദൃഷ്ടാന്തമാണ്. അത് ചിലപ്പോൾ ഇടിയും മിന്നലോടും കൂടി വീഴുന്നു, ചിലപ്പോൾ ഒന്നുമില്ല, ശാന്തമായി ഉണ്ടാകുന്നു, ചിലപ്പോൾ മഴയില്ലാതാകുന്നു, ചില ആളുകൾക്ക് മഴ ലഭിക്കാതിരിക്കുന്നു, ചില ഭാഗത്തേക്ക് അല്ലാഹു തആല മഴ നൽകുന്നു, ചില പ്രദേശത്തേക്ക് ഇടിമിന്നലോടൊപ്പം മഴ പെയ്യുന്നു, ചില ഭാഗത്ത് ഇടിമിന്നില്ലാതെ മഴ ലഭിക്കുന്നു. ഇങ്ങനെ ഇതിനൊക്കെ അല്ലാഹു തആല ചില ദൃഷ്ടാന്തങ്ങൾ, ചില ലക്ഷ്യങ്ങൾ അതിലൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പടച്ച റബ്ബിൻ്റെ ദൃഷ്ടാന്തമാണ്. അവൻ നിശ്ചയിച്ച ചില നിശ്ചയങ്ങളാണ്. ചില ആളുകൾ തോട്ടങ്ങൾ നനയ്ക്കാൻ, ചില ആളുകൾ തോട്ടങ്ങൾ കരിഞ്ഞു പോകാൻ ഒക്കെ അള്ളാഹു നിശ്ചയിച്ചാൽ അവിടെയൊക്കെ ഈ മഴയുടെ കാര്യത്തിൽ അള്ളാഹു ചില സംവിധാനം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ റബ്ബിലേക്ക് കൈ ഉയർത്തുന്നു. നബിയോട് വന്ന് പറയുന്നു, നബിയെ മഴയില്ല. നബി ഞങ്ങൾ ദുആ ചെയ്യുന്നു. മിമ്പർ വന്ന് ഇറങ്ങി നിസ്കാരം കഴിയും മുമ്പ് ശക്തമായ മഴ പെയ്യുന്നു. അടുത്ത ആഴ്ച വരുന്ന നബിയെ മഴ വർദ്ധിച്ചു, ഇനി പ്രയാസമാണ് നബിയെ എന്ന് പറയുമ്പോൾ അല്ലാഹു മഹവ അലൈന വലാ അലൈന, അള്ളാഹു ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളെ പരിസര പ്രദേശങ്ങൾ നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയും ആ മഴ അങ്ങോട്ട് നീങ്ങുകയും ചെയ്യുന്നുവെന്ന് ഹദീസിൽ പെടുന്നു. ഇതൊന്നും നബിയുടെ കഴിവല്ല, നബിയുടെ കൽപ്പനയല്ല. ഇതൊക്കെ ഷെയ്ഖ് പറയാണ്, ഇതൊക്കെ റസൂൽ അംരില്ലാഹി തആല, അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ മേഘങ്ങളെല്ലാം പോകുന്നത്. അല്ലാതെ നബി തങ്ങൾ കൽപ്പിക്കുമ്പോൾ ആ മേഘം സഞ്ചരിക്കുക എന്ന രീതി അല്ല. അല്ലാഹു തആലയാണ് കൽപ്പിക്കുന്നത്. നബി തങ്ങൾ അള്ളാഹിനോട് ആവശ്യപ്പെടുന്നു, അല്ലാഹു തആല കൽപ്പിക്കുന്നതാണ്. നബി തങ്ങൾ 1000 പ്രാവശ്യം കൽപ്പിച്ചാലും ശരി, സഹാബ് ലൗ അമറഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫ മറത്തിൻ വലം യഅ്മുറുഹു റബ്ബു ജല്ല വഅല മാ തഹറക്. നബി തങ്ങൾ 1000 തവണ മേഘത്തോട് ആവശ്യപ്പെട്ടാലും ശരി,
പടച്ച റബ്ബിൻ്റെ നിർദ്ദേശമില്ലെങ്കിൽ ആ കാർമേഘം ചലിക്കുകയില്ല. അള്ളാഹിൻ്റെ കൽപ്പനയുണ്ടെങ്കിൽ അത് സഞ്ചരിക്കുകയുള്ളൂ. ഇതാണ് അള്ളാഹിൻ്റെ തസ്ഹീർ, അള്ളാഹു അതിനെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞത്. ഇതും ദൃഷ്ടാന്തമാണ്. അതേപോലെ ഈ മേഘങ്ങൾ വ്യത്യസ്തമായ കാഴ്ചകളാണ്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച അത് മറ്റു രൂപത്തിലാണ്, മേൽപോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മറ്റു രൂപത്തിലാണ്. അതേപോലെ അതിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹു തആല ദൃഷ്ടാന്തങ്ങളെ വെച്ചിട്ടുണ്ട് എന്നാണ് ശൈഖ് റഹിമഹുല്ലാ പറയുന്നത്. ആകാശഭൂമികൾക്കിടയിൽ അതങ്ങനെ ഒരു കാർമേഘം പോലെ അവിടെ നിശ്ചയിച്ചു വെച്ചത് കാണാൻ കഴിയുന്നു. ഇതിലൊക്കെ ലആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ, ഇതെല്ലാം ഉണ്ട്. ലആയാത്തിൻ, തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾ. ലആയാത്തിൻ, തീർച്ചയായും തൗക്കീദ് ചെയ്ത് ഉറപ്പിച്ചാണ് പറഞ്ഞത്. ആയാത്ത് ബഹുവചനമായി കൊണ്ടാണ് പ്രയോഗിച്ചത്. അവ 1, 2, 3 ഒന്നുമല്ല, നിശ്ചയമായും ധാരാളം ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. യാതൊരു സംശയവും അതിന് സംശയത്തിനും അവകാശമില്ല എന്നർത്ഥം. പക്ഷെ ആർക്കാണ് ദൃഷ്ടാന്തം? ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമാണ് ദൃഷ്ടാന്തമായി മാറുക. അല്ലാത്തവന് ഈ ദൃഷ്ടാന്തമൊന്നും പ്രത്യേകിച്ച് ഉപകാരപ്പെടുക ഇല്ല എന്നർത്ഥം. അക്കതിനെ, ബുദ്ധിയെ ഉപകാരപ്രദമായി ഉപയോഗിക്കുന്ന ആളുകളെയാണ് യഥാർത്ഥത്തിൽ ആഖിൽ എന്ന് ഉപയോഗിക്കുക. ഫൽ ഇൻസാനു ആഖിൽ, ആഖിലായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അല്ലദീ യസ്തഅമിലു അഖ്ലഹു ഫീമാ യൻഫഉഹു, ഉപകാരമുള്ള കാര്യങ്ങളിൽ ആ ബുദ്ധിയെ ഉപയോഗിക്കുന്ന ആളുകൾ. ഫയഅഖിലുഹു അമ്മാ ലാ യൻബഗി, തനിക്ക് ആവശ്യമില്ലാത്ത, തന്നെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. അതാണ് ശരിക്ക് ആഖിൽ എന്ന് പറയുക. ഫൽ ഇൻസാനു ആഖിലു ഹഖ്ഖൻ ഇദാ തഅമ്മല ഹാദിഹിൽ അശ്യാ വജദ അന്ന ഫീഹാ ആയാത്തിൻ തദുല്ലു അലാ ഖാലിഖിഹാ. അതുകൊണ്ട് ഒരു ആഖിലായ മനുഷ്യൻ, ബുദ്ധിമാനായ മനുഷ്യൻ ഈ പറയപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ശരിക്കും ചിന്തിച്ചാൽ തന്നെ ഇതിന് സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവിൻ്റെ കഴിവും അവൻ്റെ മഹത്വമൊക്കെ തീർച്ചയായും ബോധ്യപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ അക്കല് കൊണ്ടൊന്നും യാതൊരു ഉപകാരമില്ലാത്ത ആളുകളുണ്ട്, തിരിഞ്ഞു പോകുന്ന ആളുകൾ. വലിയ വലിയ ആളായിരിക്കും, പക്ഷേ അവൻ്റെ ബുദ്ധി അവന് ഉപകരിക്കുന്നില്ല, ഉപകാരപ്പെടുന്നില്ല എന്ന് നമ്മൾ കാണുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ എന്ന് പറഞ്ഞത്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. ആ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ച റബ്ബിനെ മനസ്സിലാക്കി ആ റബ്ബിലേക്ക് പൂർണ്ണ മനസ്സോടെ മടങ്ങാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.